ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുത്തൻ പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് സംയുക്ത യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലാണിത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സ്റ്റേ ആവശ്യം കോടതിയെ തള്ളിയതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ വിവിധ ഹർജികളുണ്ട്, അതവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പ്രശാന്ത്, ഇപ്പോഴും പ്രതിഷേധക്കാർ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിവരങ്ങൾ മന്ത്രിയെ അറിയിക്കും, മന്ത്രിയുടെ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു, ഗതാഗത മന്ത്രി ഉൾപ്പെടെ അറിയിക്കും എന്നുള്ളതാണല്ലോ. അവിടെ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണോ ഇവരുടെ പ്രതീക്ഷ ഇപ്പോൾ? ലക്ഷ്മി, ഗതാഗത കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിലും അനുകൂല നടപടികളൊന്നും, അനുകൂലമായ ഒരു പ്രതികരണമല്ല ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്നൊരു അനുകൂല നടപടികൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ അത്തരത്തിലൊരു ടെസ്റ്റ് ഗ്രൗണ്ട് അടക്കം ശരിയാക്കേണ്ടത് MVD ആണ്. അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ നമുക്കറിയാം. ഈ പുത്തൻ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചു. ആ പുത്തൻ പരിഷ്കാരങ്ങൾക്ക് നടപ്പിലാക്കേണ്ട ടെസ്റ്റിൻ്റെ ഗ്രൗണ്ട് അടക്കമുള്ള, അതുപോലെ തന്നെ മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തേണ്ടതായ ചില പ്രാഥമിക നടപടികളുണ്ട്. ആ നടപടികളൊന്നും നടത്താതെയാണ് നേരിട്ട്, അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ ഈ പരിഷ്കാരത്തിലേക്ക് കടന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സമരം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സർക്കാർ നടത്തേണ്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സർക്കാർ നടത്തേണ്ട പരിഷ്കാരങ്ങളിൽ, ഗതാഗത വകുപ്പ് നടത്തേണ്ട പരിഷ്കാരങ്ങളിൽ നടത്തിയതിനു ശേഷം മാത്രം മതി മറ്റ് നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ ഈ യൂണിയൻ നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. നമുക്ക് നേരത്തെ ഗതാഗത കമ്മീഷനുമായി ചർച്ച നടത്തിയെങ്കിൽ പോലും അത് വലിയ കാര്യക്ഷമമായ ചർച്ച ഫലം കണ്ടിരുന്നു വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതിൽ ചർച്ചയ്ക്ക് ശേഷം ആണ് ഈ നേതാക്കൾ പ്രതികരിച്ചത്. ഇന്നും ശക്തമായ സമരം തലസ്ഥാനത്തുണ്ടായിരുന്നു. സമരത്തിൽ അതായത് കഞ്ഞിവെച്ച് പ്രതിഷേധം നടത്തുന്ന തരത്തിലേക്ക് സമരം മാറുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. ടെസ്റ്റിന് എത്തിയ വാഹനങ്ങളൊന്നും ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. അത് ബഹിഷ്കരിച്ചുകൊണ്ടൊരു നടപടിയിലേക്കാണ് കടന്നത്. ഇന്നും 18 പേർ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു, ഈ സ്ലോട്ടിനായി ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ആ ബുക്ക് ചെയ്തവരാരും ഈ ടെസ്റ്റിന് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായില്ല. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവ സ്ഥലത്ത്, അതായത് മുട്ടത്തറയിലെ ഗ്രൗണ്ടിലേക്ക് എത്തിയെങ്കിൽ പോലും പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ആയിപ്പോയി. അതുപോലെ തന്നെ ഈ പ്രതിഷേധവും ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. മണിക്കൂറുകളോളം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹന ഉടമകളടക്കമുള്ള സംയുക്ത സമര യൂണിയനുകളുടെ ഒരു സംയുക്ത സമരസമിതി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇന്നും പ്രതിഷേധമുണ്ടായത്. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ ചില ഇളവുകൾ വരുത്താം എന്ന് ഗതാഗത വകുപ്പിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ട് കൂടി ഇവർ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളത് ഉപയോഗിക്കരുത്. ഒപ്പം തന്നെ ഗ്രൗണ്ട് ശരിയാക്കണം. അതൊക്കെ MVD ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം മലപ്പുറത്തൊക്കെ MVDക്ക് ഗ്രൗണ്ട് പോലുമില്ല. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ വാടകയ്ക്കെടുത്ത ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഇവർ പറയുന്നത് MVD ആണ് ഈ ഗ്രൗണ്ട് ഒക്കെ റെഡിയാക്കി കൊടുക്കേണ്ടത്. ഇതൊന്നും തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെയ്യാനാകില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് അന്തസ്സുള്ള ലൈസൻസ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഗതാഗത മന്ത്രിയും പറഞ്ഞു. ഇവരുടെ രണ്ടുപേരുടെ നിലപാട് സമാന്തരമായി മാത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കൂട്ടിമുട്ടുമോ എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ വളരെ നിർണായകമാണ്. കാരണം ഈ അവധിയൊക്കെ വരുന്നതാണ്. എത്രയോ ആളുകൾ ഇത്തരത്തിൽ ലൈസൻസ് എടുക്കാൻ ചെറുപ്പക്കാരൊക്കെ എത്തും. അതൊക്കെ മുടങ്ങുന്ന ഒരവസ്ഥ എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിലൊരു സമവായം എന്നുണ്ടാകും എന്നുള്ളതാണ്. ആ സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഈ തൊഴിലാളി യൂണിയനും അറിയുന്നത്. നമുക്കറിയാം ഈ കോടതി വിധിക്ക് ശേഷവും ഇവർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികരിച്ചപ്പോഴും സമരവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്, അതായത് അഭിപ്രായപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കുലർ പിൻവലിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതായത് ഇത് ഗതാഗത നിയമപ്രകാരമുള്ള സർക്കുലറല്ല, മന്ത്രി നേരിട്ട് ഇറക്കിയ സർക്കുലറാണ്. അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണമെന്നൊരു അഭിപ്രായമാണ് ഈ യൂണിയൻ്റെ ഭാഗത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ വാഹനങ്ങളുടെ കാലപ്പഴക്കമായാലും ശരി, 15 വർഷം കാലപ്പഴക്കം കൊടുത്തുകൊണ്ട് വണ്ടികൾ, അത്തരത്തിലുള്ള കാലപ്പഴക്കമുള്ള വണ്ടികളെല്ലാം മാറ്റണം എന്നൊരു നീക്കവും അതും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഏറ്റവും ഇത്തരത്തിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ സർക്കുലറാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇക്കാര്യങ്ങളെന്ന് പറയുന്നതാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതായത് പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ഇത്തരത്തിൽ വണ്ടികളൊന്നും മാറ്റിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പുതിയ വണ്ടികൾ വാങ്ങുക എന്നുള്ളത് തങ്ങൾക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. അത് വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ കടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം
നിലവിലെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പുത്തൻ പരിഷ്കാരങ്ങളോട് അവർ ആരും എതിരല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പറയപ്പെട്ട സമരത്തിന് വന്നിരിക്കുന്ന ആളുകൾ ആരും പുത്തൻ പരിഷ്കാരത്തോട് എതിരല്ല. പക്ഷേ ഈ സമയമാണ് ഈ ഇത്തരത്തിലൊരു പ്രശ്നമായി ഇവർ കണക്കാക്കുന്നത്. അതായത് ഈ ഏറ്റവും വേഗത്തിൽ ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ പോലും നടപ്പിലാക്കാതെ മറ്റ് MVD അത് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവിഷ്കരിക്കേണ്ട കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ വേഗത്തിൽ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മാത്രമല്ല സാമ്പത്തികമായിട്ടായാലും ശരി ഇതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾ നടത്തിക്കോട്ടെ, അത് എതിരൊന്നുമല്ല. മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പറയുമ്പോൾ ആ വിദേശ രാജ്യങ്ങളിലടക്കം അവർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങളൊന്നും നടത്താതെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് ഈ കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരുത്തണമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഈ യൂണിയനും അറിയിച്ചിരിക്കുന്നത്. കോടതി വിധിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള അതായത് സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് കൊണ്ടാണ് കോടതി വിധിക്ക് എതിരായത് എന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യും, ഉന്നത കോടതിയിലേക്ക് ബെഞ്ചിലേക്ക് ഇത് സമീപിക്കുകയും ചെയ്യും എന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല കൂടാതെ അടുത്ത ദിവസങ്ങളിൽ നാളെ അവധിയായതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കില്ല. മറ്റു ദിവസങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും പറയുന്നു. അത് മാത്രമല്ല കൂടുതൽ സമരം കാര്യക്ഷമമാക്കുകയും മറ്റ് സമരമുറകളടക്കം സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യും എന്നും ഇവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഗതാഗത മന്ത്രിയുടേതാണ് സർക്കുലർ. ഗതാഗത മന്ത്രി ഇവിടെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ ഇറങ്ങിയതെന്നുകൊണ്ട് തന്നെ മന്ത്രി ഉന്നയിച്ച കാര്യങ്ങളൊന്നും നിലവിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധവും ഇവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, ഈ കാര്യക്ഷമത കൂട്ടാനാണ് ഇത്തരത്തിൽ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളത്. മാത്രമല്ല ഗിയർ ഇല്ലാത്ത ഇരുചക്ര വാഹനം ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറയുന്നതാണല്ലോ കോടതിയെ അറിയിച്ചിട്ടുള്ളത് സർക്കാർ. അതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് പ്രശാന്ത്, അതുകൊണ്ട് തന്നെ ഈ 15 വർഷത്തിൽ കൂടുതലുള്ള പഴക്കം ഡാഷ്ബോർഡിൽ ക്യാമറകൾ സ്ഥാപിക്കുക, ഒപ്പം തന്നെ ഗ്രൗണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് സജ്ജമാക്കുക, ഒരു ദിവസം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക, ഇതൊക്കെ ഒരുപക്ഷെ ഈ പണച്ചിലവ് കൂട്ടും എന്നുള്ളതാണല്ലോ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ ബാധിക്കുന്ന കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നത്, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ വണ്ടികളുടെ കാര്യമാണ്, വാഹനങ്ങളുടെ കാര്യമാണ്. കാരണം 15 കൊല്ലം പഴക്കമുള്ള വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലോണൊക്കെ എടുത്ത് വേണം മറ്റ് വാഹനങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം നിലവിലെ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നും ആരോപിക്കുന്നുണ്ട് ഈ സമരസമിതിക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നിലവിലത്തെ സ്ഥിതിയിൽ ഈ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ആ വാഹനങ്ങൾ ടെസ്റ്റിനായി ഉപയോഗിക്കാനൊന്നും നിലവിൽ കഴിയില്ല എന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല ഈ ഡാഷ്ബോർഡ് ക്യാമറകൾ അടക്കം ഉള്ള കാര്യങ്ങളിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം ആകേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു നടപടി ഉണ്ടാകാതെ മറ്റ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് ശരിയല്ല എന്നാണ് ഈ യൂണിയൻ ആരോപിക്കുന്നത്. യൂണിയന്റെ പ്രധാനമായ ഈ ആരോപണം. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും സർക്കുലർ പിൻവലിച്ചുകൊണ്ട് വരും കാലത്തിൽ കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളടക്കം നടത്തിക്കൊണ്ട് സർക്കുലർ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ നിയമം കാര്യക്ഷമമാക്കുകയാണെങ്കിൽ തെറ്റില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യം എന്ന് പറയുന്നത് നിലവിലെ ഈ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ പുറപ്പെടുവിച്ച് ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുണ്ട്. ആ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഇത് നിലവിൽ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും മുൻപന്തിയിൽ ഇതിനെതിരെ നിൽക്കുന്നത് സർക്കാരിന്റെ തന്നെ ഭരണപക്ഷത്തിന്റെ പാർട്ടിയുടെ തന്നെ തൊഴിലാളി സംഘടനയാണ്. CITUവിന്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ ഒരു എതിർപ്പ് അറിയിച്ചിരിക്കുകയും ചെയ്തത്. ശക്തമായൊരു വിയോജിപ്പ് ഈ നയത്തോട് തന്നെ ഈ CITU രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CITUവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും അറിയാൻ കഴിയുന്നത് ഇതുമായി ഇത്തരം സർക്കുലറുമായി അല്ലെങ്കിൽ ഇത്തരം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ലെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുത്തൻ പരിഷ്കാരത്തിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമാക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്.